ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് മുട്ടയൊന്നും ചേർക്കാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം അര ഗ്ലാസ് പാൽ അളന്നെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അളന്നെടുത്ത ഗ്ലാസ് ഞാൻ ഒഴിയെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് തിളപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇത് നന്നായി ചൂടാക്കി എടുക്കണം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് നമ്മൾ അരക്കപ്പ് പാലെടുത്തില്ലേ, അതേ അളവിൽ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കണം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ആദ്യം അരക്കപ്പ് പാലളന്നെടുത്തത്. പാലെടുത്ത അതേ അളവിൽ തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലും അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം കേട്ടോ. തുല്യ അളവിൽ തന്നെ വേണം ഓയിലും പാലും എടുക്കാൻ. ഇത് രണ്ടും തുല്യമല്ലെങ്കിൽ നമ്മുടെ മയോണൈസ് ഒരുപാട് ലൂസായി പോകും. ഇനി നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് എണ്ണയും എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തണുത്താറിയിട്ടുണ്ട്. ഇനി പാലും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു സ്പൂണിൽ ഒരു സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 8 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു അര സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കുകയാണ്. ഒരു അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ജാറ് മൂടിയിട്ട് ഒരു 30 സെക്കൻഡ് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ജാറ് തുറന്ന് നോക്കാം. മയോണൈസ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മിക്സിയിൽ 30 സെക്കൻഡ് അടിച്ചിട്ട് ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടി അടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.